ഹായ്, ഇന്നത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് ആണ്. കാരണം നമ്മളിപ്പം ഇൻസ്റ്റയിൽ നോക്കുകയാണെങ്കിലും എവിടെ നോക്കുകയാണെങ്കിലും പ്ലസ് ടുക്കാരൻ പ്ലേസിലായിട്ടുണ്ട്, നോൺ ഐ ടിക്കാരൻ പ്ലേസിലായിട്ടുണ്ട്, ബികോമാരൻ പ്ലേസിലായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്. ഇതിനൊക്കെ റീസൺ എന്താണ്? അവർക്ക് എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് ആവുന്നത്? അവർക്ക് എങ്ങനെയാണ് ഐ ടിയിലേക്ക് വരാൻ പറ്റുന്നത്? അതിനുവേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എന്ത് ചെയ്യുക, മുഴുവനായിട്ടും കാണുക. ഓക്കെ, നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റാണ് ഐ ടി ഡൈവേഴ്സിഫിക്കേഷൻ. എന്താണ് ഐ ടി ഡൈവേഴ്സിഫിക്കേഷൻ? കുറേ ആൾ വിചാരിക്കുന്നത് ഐ ടി എന്ന് ഉദ്ദേശിക്കുന്നത് കോഡിങ് മാത്രമാണ്. അത് വെറും തെറ്റിദ്ധാരണയാണ്. കാരണം ഐ ടി എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഫീൽഡ് എന്തിൽ വരുന്നുണ്ട്, ഐ ടിയിൽ വരുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ കോഡിങ് വരുന്നുണ്ട്, നോൺ കോഡിങ് വരുന്നുണ്ട്, സൈബർ സെക്യൂരിറ്റി വരുന്നുണ്ട്, ഡാറ്റാ സയൻസ് വരുന്നുണ്ട്, അവിടെ ലൈക്ക് IoT വരുന്നുണ്ട്. അങ്ങനെ കുറേ മേഖല എന്തിലേക്ക് വരുന്നുണ്ട്, ഐ ടിയിലോട്ടേക്ക് വരുന്നുണ്ട്. അത്രത്തോളം ഹ്യൂജ് സ്കെയിലുള്ള സാധനമാണ് എന്ത്, ഐ ടി. അപ്പോൾ അത്രത്തോളം ഡൈവേഴ്സിഫിക്കേഷൻ ഉള്ളത് കൊണ്ടിട്ട് എന്തുണ്ടാവും, അവിടെ അത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സാധനം ഉണ്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നോൺ ഐ ടിക്കാർ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഐ ടിയിലോട്ടേക്ക്. കാരണം അവർ പഠിച്ച മേഖലയിൽ അവർക്ക് എന്തില്ല, ജോബില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക, എവിടെയാണോ ജോബ് ഉള്ളത് ആ ഒരു മേഖലയിലേക്ക് അവരെന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് വരുന്നൊരു പോയിന്റാണ് എന്തുകൊണ്ടാണ് CS ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾ ഇതിലോട്ടേക്ക് വരാത്തത്. ഓക്കെ, അതിലെ ഫസ്റ്റത്തെ പോയിന്റാണ് കാരണം അവർ 3-4 കൊല്ലം എന്ത് ചെയ്യും, ഡിഗ്രിക്ക് പഠിക്കും, പ്രോപ്പറായിട്ട് തന്നെ ഡെയിലി പോവും, എല്ലാം പ്രോപ്പറായിട്ട് തന്നെ കഴിയും, ഡിഗ്രി ഫുള്ളായിട്ട് പാസ്സാവും. പക്ഷെ അവർക്ക് അവിടെ നിന്ന് എന്ത് കിട്ടുന്നില്ല, പ്രാക്ടിക്കലി നോളജ് കിട്ടുന്നില്ല. കാരണം അവർ ഫുള്ളി പഠിക്കുന്നത് തിയറിറ്റിക്കലാണ്. കാരണം ഒരു 5-10 കൊല്ലം മുന്നേ എങ്ങനെയാണോ സിലബസ് ഉള്ളത് അതേ സെയിം സിലബസ് തന്നെയാണ് അവരിപ്പോഴും എന്ത് ചെയ്തത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കൊണ്ട് എന്താണ് ഇഷ്യൂസ് ഉള്ളത്, ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ എന്താണോ നടക്കുന്നത് എന്നുള്ളൊരു പ്രോപ്പർ പിക്ചർ അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാവില്ല, പ്രോപ്പർ സ്കിൽ സെറ്റ് ഉണ്ടാവില്ല അവിടെ. അപ്പോൾ അവർ 3-4 കൊല്ലം എന്ത് കഴിയും, ഡിഗ്രി കഴിഞ്ഞിട്ട് എന്തിലേക്ക് പോകാൻ പറ്റില്ല, ജോബിലേക്ക് പോകാൻ പറ്റില്ല അവിടെ. അപ്പോൾ ഈ ഒരു സ്പേസാണ് ആര് നോക്കുന്നുണ്ടാവുക, നോൺ ഐ ടിക്കാർ നോക്കുന്നുണ്ടാവുക. ആ ഒരു സ്പേസ് കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ജോബിലേക്ക് കയറും. ഈ നോൺ ഐ ടിക്കാർ, പ്ലസ് ടുവിന് കുട്ടികളും ബികോമിന് കുട്ടികളൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് എന്ത് വരുന്നത്, നോൺ ഐ ടിക്കാർ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് അവിടെ. നോൺ ഐ ടിക്കാർ വരാനുള്ള മൂന്നാമത്തെ റീസൺ ആണ് കമ്പനി റിക്വയർമെൻറ്റ്സ്. എന്താണ് കമ്പനി റിക്വയർമെൻറ്റ്സ്? കാരണം ഒരു 10-15 കൊല്ലം നമ്മൾ പുറകോട്ടേക്ക് പോകുമ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെ ഉണ്ടാവുക, നമ്മൾ IT ഡിപ്പാർട്ട്മെൻറ്റിൽ ജസ്റ്റ് ഒരു BCA MCA ആവശ്യമുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. ഒരു നോർമലായിട്ട് എങ്ങനെ ഉണ്ടാവുക. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എൻറ്റയർലി മാറി. നിങ്ങളിപ്പോൾ പൈത്തൺ പഠിക്കുകയാണെങ്കിൽ പൈത്തൻ്റെ A മുതൽ Z രീതിക്കുള്ള JD ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ കമ്പനീസ് എന്താ ചെയ്യുക, കമ്പനീസിന് പ്രോഫിറ്റ് വേണമെങ്കിൽ കമ്പനീസിന് പ്രോപ്പറായിട്ടുള്ള സ്കിൽ സെറ്റുള്ള എംപ്ലോയീസിനെ കിട്ടിയാൽ മാത്രമാണ് അവർക്ക് ആ ടൈം ലൈനിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്താ അൾട്ടിമേറ്റ് ചെക്ക് ചെയ്യാൻ, ആർക്കാണോ ആ പ്രോപ്പർ സ്കില്ലുള്ളത് അവരാണ് കമ്പനീസ് എന്ത് ചെയ്യുള്ളൂ, ഹയർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നോൺ ഐ ടിക്കാർ എന്ത് ചെയ്യുന്നത്, ഇഷ്ടം പോലെ ഐ ടിയിലോട്ടേക്ക് വരുന്നത് അവിടെ. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ മാക്ബിക്കിൻ്റെ പ്ലേസ്മെൻറ്റ്. നിങ്ങൾ നമ്മുടെ പ്ലേസ്മെൻറ്റ് ലിസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും, അവിടെ IT പഠിച്ച ആൾക്കാർ എന്താണ് കുറവാണ്. ബാക്കി മെജോറിറ്റി ആൾക്കാർ എന്താണ്, നോൺ ഐ ടി ആണ്. 4.4 4 lakhs ഒക്കെ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് മനസ്സിലാൻ പറ്റും നോൺ ഐ ടിക്കാരാണ് ഇവിടെ എന്ത് ചെയ്തത്, കൂടുതലായിട്ട് പ്ലേസ്മെൻറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കമ്പനീസ് അൾട്ടിമേറ്റ് നമ്മൾ എന്താ നോക്കുക, നമ്മുടെ പ്രോപ്പർ സ്കിൽ സെറ്റാണ്. നിങ്ങൾ എന്ത് പഠിച്ചോ ഏത് പഠിച്ചോ എന്നല്ല ഇപ്പോഴത്തെ സിനാരിയോയിൽ കമ്പനീസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ആർക്കാണോ പ്രോപ്പർ സ്കിൽ സെറ്റ് ഉള്ളത് അവർക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല പാക്കേജിലും നല്ല കമ്പനീസ് എന്ത് ചെയ്യാൻ പറ്റും, കയറാൻ പറ്റും അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ കിട്ടിയിട്ടുണ്ടാവല്ലോ, ഈ നോൺ ഐ ടിക്കാർ എങ്ങനെ ഇത് ഐ ടിയിലോട്ടൊക്കെ വരുന്നതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് എന്നെക്കൊണ്ട് പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റില്ല, ഇത് ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കോഡിങ്ങിൻ്റെ കേസിലാണെങ്കിലും നോൺ കോഡിങ്ങിൻ്റെ കേസിലാണെങ്കിലും. എന്നിട്ട് പോസിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇതിലോട്ടേക്ക് വരാം. കാരണം അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് എന്തെങ്കിലുണ്ട് ഐ ടിയിലുണ്ട് അവിടെ. കാരണം ഇനി വരുന്ന കാലം എന്താണ്, ടെക്നോളജീൻ്റെ കാലമാണ്, അറിയാലോ. ഓക്കെ, അപ്പോൾ അതൊന്നും ചെയ്യുക, മാക്സിമം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അഥവാ എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ടോ കാര്യങ്ങളോ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ മാക്ബിക്കിൻ്റെ അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഒരു പ്രോപ്പർ പിക്ചർ നിങ്ങൾക്ക് അവിടെ നിന്ന് കൺസൾട്ടൻസി അവിടെ കിട്ടും അവിടെ. ഓക്കെ, താങ്ക് യു.